Hello students. ഈ സെഷനിൽ എടുക്കാനുള്ളത് ഒരു ചേസിസ് ആണല്ലോ കഴിഞ്ഞ സെഷനിൽ എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് സെഷനിൽ ചേസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ആ ചേസിൽ എന്തെല്ലാം കമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് ഏതെല്ലാം ടൈപ്പ് ചേസിസുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ രണ്ട് ടൈപ്പ് ചേസിസ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒന്ന് കൺവെൻഷണൽ കൺസ്ട്രക്ഷനുണ്ട്, അതേപോലെ തന്നെ ഫ്രെയിംലെസ് കൺസ്ട്രക്ഷനുണ്ട്, അല്ലെങ്കിൽ യൂണിറ്ററി കൺസ്ട്രക്ഷൻ. അതായത് കൺവെൻഷണൽ ചേസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ട്രക്ക് എടുത്തോളാം, ഒരു ട്രക്കോ അല്ലെങ്കിൽ ഒരു ബസ്സൊക്കെ എടുത്തോളാം. അതിന് ചേസ് എങ്ങനെ വരിക, ഷാസി എങ്ങനെ വരിക, ഇങ്ങനെ വന്നിട്ട് ഒരു ബസ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ക്യാബിൻ ഉണ്ടാവും, ഇങ്ങനെ വന്നിട്ട് ഇതാണ് അതിൻ്റെ ഫ്രെയിം അല്ലേ, ചേസിസ് ആണ്. പിന്നെ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ബോഡി ഫിറ്റ് ചെയ്യുന്നു. ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷനെ വിളിക്കുന്ന പേരാണ് കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ. ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ. അതിൽ സെപ്പറേറ്റ് ഫ്രെയിമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സെപ്പറേറ്റ് ഫ്രെയിം, ഇതാണ് കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ. എന്നാലോ ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ ഉണ്ട് നെക്സ്റ്റ്, അതാണ് പറയുന്നത് ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ. ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ്റെ മറ്റൊരു പേരാണ് ഇൻ്റഗ്രൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ യൂണിറ്ററി കൺസ്ട്രക്ഷൻ. അവിടെ ഒരു നോ സെപ്പറേറ്റ് ഫ്രെയിം ഈസ് യൂസ്ഡ്. എന്ന് പറഞ്ഞാൽ ഫ്രെയിം വേറെ അല്ലെങ്കിൽ ബോഡി വേറെ, അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഒരിക്കലും അവിടെ സംഭവിക്കുന്നില്ല. അവിടെ രണ്ടും കൂടി ഒന്നാണ്, ബോഡിയും ഫ്രെയിമും എല്ലാം കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. ഉദാഹരണം പറയുമ്പോൾ കാറിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും ഒരു ചേസിസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കൊണ്ടുവന്നിട്ട് ബോഡി ഫിറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അത് എൻ്റയർ ഒരു ഇങ്ങനെ തന്നെ ഒരു കൺസ്ട്രക്ഷനാണ് ഒറ്റൊന്ന്. ഇതൊരു ഇൻ്റഗ്രൽ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതിൽ വെയിറ്റ് താങ്ങാൻ വേണ്ടി ഇവിടെ ചില ഒന്ന് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഫ്ലോർ ഒന്ന് സ്ട്രെങ്തനൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഇൻ്റഗ്രൽ കൺസ്ട്രക്ഷനാണ്, ഒരുമിച്ചുള്ളൊരു കൺസ്ട്രക്ഷൻ. ഇങ്ങനത്തെ കൺസ്ട്രക്ഷനെ വിളിക്കുന്ന പേരാണ് ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ട്, അപ്പോൾ അതവിടെ പറയാം. അപ്പോൾ അതാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി ഏതൊക്കെ അതൊരു കൺസ്ട്രക്ഷൻ ബേസ്ഡാണ് പറഞ്ഞത്, ഏതെല്ലാം കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന്. ഇനി ചേസിസിൻ്റെ ക്ലാസിഫിക്കേഷന് അക്കോർഡിംഗ് ടു ഇറ്റ്സ് കൺട്രോൾ. ഒന്ന് കൺവെൻഷണൽ ചേസിസ് എൻജിൻ ഫിറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഡ്രൈവർ ക്യാബിൻ. ഇനി അത് ഡ്രൈവർക്ക് ഇപ്പോൾ ഒരു എൻജിൻ എടുത്തു, ആ ഒരു വണ്ടീൻ്റെ എൻജിന് ഡ്രൈവർ ക്യാബിൻ്റെ മുന്നിലായിട്ടാണ് എൻജിന് എങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് കൺവെൻഷണൽ ചേസിസ് എന്ന്. അതൊരു അതിൻ്റെ ഒരു വേറൊരു ബേസിലാട്ടോ ഈ പറയുന്നത്, വേറൊരു ബേസിലാണ് ഇതിന് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ചേസ് എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ടാറ്റ ട്രക്കൊക്കെ ഉണ്ടല്ലോ, ടാറ്റൻ്റെ ട്രക്ക് 407 പോലത്തെ വെഹിക്കിളൊക്കെ, ഇതിലെന്താ സംഭവിക്കുന്നത്, എൻജിന് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈവർ ക്യാബിൻ്റെ മുന്നിലാണ്. ഇതാണ് ഡ്രൈവറുടെ ക്യാബിൻ, ഇത് ഡ്രൈവർ ക്യാബിനാണ്. ആ ഡ്രൈവർ ക്യാബിൻ്റെ മുന്നിലാണ് ഈ കംപ്ലീറ്റ് എൻജിന് വരുന്നത് അല്ലേ. ഇങ്ങനത്തെ വിളിക്കുന്ന പേരാണ് കൺവെൻഷണൽ ചേസിസ് ഒക്കെ. അതുപോലെ നമ്മുടെ കാറൊക്കെ എന്താണ്, കൺവെൻഷണൽ ഒരു രൂപമാണ് അത്. അതേസമയം ഇനി അടുത്ത സെമി ഫോർവേഡ് ചേസിസ് ഉണ്ട്. അടുത്ത ടൈപ്പാണ് സെമി ഫോർവേഡ് ചേസിസ്. അതിലെങ്ങനെയാണ്, അതിൽ ഹാഫ് ഓഫ് എൻജിൻ അറ്റ് ഡ്രൈവർ ക്യാബിൻ. ഡ്രൈവറിൻ്റെ ക്യാബിനിൽ എൻജിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഉണ്ടാവും, ഹാഫ് പോർഷന് പുറത്തായിരിക്കും. അങ്ങനത്തെ വെഹിക്കിൾ ഉണ്ടാവില്ല.
അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എൻജിൻ്റെ ഹാഫ് ഇവിടെ ഉണ്ടാവും, ഹാഫ് പുറത്തുണ്ടാവും. പുറത്ത് വെച്ചാൽ ഡ്രൈവർ ക്യാബിൻ്റെ ഔട്ട് സൈഡിൽ, ഓക്കെ, ബോണറ്റിൻ്റെ ഉള്ളിലായിട്ട്. ഇങ്ങനത്തെ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് സെമി ഫോർവേഡ്. പകുതി അത് പുറത്തോട്ട് തള്ളി വയ്ക്കുക. അടുത്തത് ഫുൾ ഫോർവേഡ്. ഫുൾ ഫോർവേഡ് ടൈപ്പ് ബസ്സിൻ്റെ ഒക്കെ എന്താണ്, ഹാഫ് എൻജിൻ ഇൻസൈഡ് ക്യാബിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബസ്സിൻ്റെ ഒക്കെ എൻജിൻ അല്ലേ. അങ്ങനത്തെ ടൈപ്പ് എൻജിനാണ് ഫുൾ ഫോർവേഡ് ടൈപ്പ് ചേസിസ്. കംപ്ലീറ്റ് എൻജിന് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, ഇതാണ് ഫുൾ ഫോർവേഡ്, കംപ്ലീറ്റ് ആയിട്ട് ഇൻസൈഡ്. അപ്പോൾ ബസ്സൊക്കെ എന്താണ്, ഫുൾ ഫോർവേഡാണ്. ഈ ഫുൾ ഫോർവേഡ് ടൈപ്പിൽ മാക്സിമം ഏരിയ യൂട്ടിലൈസ് ടു അക്കോമഡേറ്റ് പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ്. ഇപ്പോൾ ബാക്കിയുള്ള ടൈപ്പിലൊക്കെ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എൻജിനിപ്പോൾ പുറത്താണെങ്കിൽ, എൻജിന് കംപ്ലീറ്റ് പുറത്താണെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും ഏരിയ നമുക്ക് എന്തായി ഒരു ഉപയോഗമില്ലാതെ മാറി അല്ലേ. ഇത്രയും ഏരിയ ഒരു ഉപയോഗമില്ലാതെ മാറി. അവിടെ ഒരു ഡ്രൈവർ, ഒരു പാസഞ്ചേഴ്സിനോ ഗുഡ്സോ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരും. അതേസമയം ഫുൾ ഫോർവേഡ് ടൈപ്പിലാണെങ്കിലോ മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ എൻജിൻ ഉണ്ടെങ്കിലും ഇവിടെ അതിൻ്റെ സൈഡിലും അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഗുഡ്സും പാസഞ്ചേഴ്സിനൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഫുൾ ഫോർവേഡിലാണ് മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ ട്രാക്റ്റീവ് എഫേർട്ട് പറഞ്ഞാൽ ദ ഫോഴ്സ് അവൈലബിൾ അറ്റ് ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഡ്രൈവ് വീൽ, ടയർ ആൻഡ് റോഡ്. ടയറിൻ്റെയും റോഡിൻ്റെയും ഇടയിൽ ആ ഒരു കോണ്ടാക്റ്റിൽ വരുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാക്റ്റീവ് എഫേർട്ട്. പിന്നെ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലിപ്പിംഗ് ഒന്നുമില്ലാതെ ഈ ഒരു വെഹിക്കിളിനെ മൂവ് ചെയ്യാൻ പറ്റുന്നതിനുള്ള എബിലിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ട്രാക്ഷൻ. അത് എബിലിറ്റി ഓഫ് ദ ഡ്രൈവ് വീലിൻ്റെ എബിലിറ്റി ടു ട്രാൻസ്മിറ്റ് ദിസ് എഫേർട്ട് വിത്തൗട്ട് സ്ലിപ്പൊന്നും ഇല്ലാതെ ഡ്രൈവ് വീലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള എബിലിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ട്രാക്ഷൻ. ഇതൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീൽ ട്രാക്ക് ആൻഡ് വീൽ ബേസ്. വീൽ ട്രാക്ക് ആൻഡ് വീൽ ബേസ്. എന്താണ് വീൽ ട്രാക്ക് പറഞ്ഞാൽ? ഇത് ഞാൻ ലാസ്റ്റ് പാർട്ടിൽ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അല്ലേ. സോറി, ഈ ഒരു സൈഡൊക്കെ ഞാൻ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചത് ടൈപ്സ് ഓഫ് ഫ്രെയിമാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഫ്രെയിം ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? കൺവെൻഷണൽ ഫ്രെയിം, ഇൻ്റഗ്രൽ, സെമി ഇൻ്റഗ്രൽ, ഡബിൾ ക്രാഡിൽ ടൈപ്പ്. അതിന് കൺവെൻഷണൽ ഫ്രെയിമാണ് നമുക്ക് പറയാനുള്ളത്. ലാഡർ ഫ്രെയിം അല്ലെങ്കിൽ എച്ച് ഫ്രെയിം എന്ന് പറയും. അപ്പോൾ ഇതിൽ ഒരു ഫ്രെയിമിൻ്റെ ടോപ്പ് വ്യൂ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടോപ്പ് വ്യൂ ഒരു ഫ്രെയിമിൻ്റെ ടോപ്പ് വ്യൂ ആണ്. എച്ച് ഫ്രെയിം എന്നാണ്. എച്ച് എന്ന് വിളിക്കുക. ലാഡർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഏണിപ്പടി. അതേപോലെയുള്ള എച്ച് ഷേപ്പിലുള്ള ഫ്രെയിം ആയതുകൊണ്ടാണ് ഇതിനെ ലാഡർ ഫ്രെയിം എന്ന് വിളിക്കാനുള്ള കാരണം. നമ്മുടെ ബസ്സിലും ട്രക്കിലും ഒക്കെ ഉള്ള ടൈപ്പ് ഫ്രെയിമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതതിൻ്റെ ഇത് ടോപ്പ് വ്യൂ ആണ്. ഇതൊന്ന് സൈഡ് വ്യൂ ആണ്. അതിൻ്റെ സൈഡ് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും ഇതിലുള്ളത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രെയിം. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രെയിം. ഈ കൊടുത്തിട്ടുള്ള രണ്ടെണ്ണം, ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രെയിം.
നീളത്തിലുള്ള ഫ്രെയിമിനെ വിളിക്കുന്ന പേര്, ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് എലോങ് ആയിട്ട് പോകുന്ന ആ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മെമ്പർ. ലോഞ്ചിറ്റ്യൂഡിനൽ മെമ്പർ, ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മെമ്പർ. ഇനി ഇതിന് ക്രോസ് ആയിട്ട് വരുന്ന മെമ്പർ ഉണ്ടല്ലോ, ഇങ്ങനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് മെമ്പർ. ക്രോസ് മെമ്പർ, ഇതാണ് ക്രോസ് മെമ്പർ. ഓക്കെ, അല്ലെങ്കിൽ ഈ നീളത്തിലുള്ള വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രെയിം, അല്ലെങ്കിൽ സൈഡ് മെമ്പർ എന്നും പറയും. സൈഡ് മെമ്പേഴ്സാണ് ആ റോസ് കളറിൽ കാണിച്ചിട്ടുള്ളത്. സൈഡ് മെമ്പേഴ്സും ക്രോസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ക്രോസ് മെമ്പേഴ്സുമാണ്. ഇനി ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യുക? ഈ സൈഡ് മെമ്പറും ക്രോസ് മെമ്പറും കണക്ട് ചെയ്യൽ ഒന്നെങ്കിൽ വെൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നെട്ടും ബോൾട്ടും ഇടാം, റിവറ്റ് ചെയ്യാം, എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റും. വെൽഡിങ്, റിവറ്റിങ്, അല്ലെങ്കിൽ നെട്ടും ബോൾട്ടും. ഇപ്പോൾ സ്ട്രെങ്ത്ത് കൂടുതൽ വേണ്ട ഭാഗത്ത് ചിലപ്പം വെൽഡ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് മെയിൻ്റനൻസ് വരുന്ന ഭാഗം വെൽഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ അവിടെ നെട്ടും ബോൾട്ടും ഇടും. സ്ട്രെങ്ത്ത് അത്രയും ഒരു ലോഡൊന്നും വരാത്ത ഭാഗത്തൊക്കെ നട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യും. അതാകുമ്പോൾ പിന്നെ മെയിൻ്റനൻസിന് എളുപ്പമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഇതിലുള്ളത്, ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫ്രെയിമിൻ്റെ ഫ്രണ്ട് ഭാഗം, ഇതാണ് വണ്ടിൻ്റെ ഫ്രണ്ട് കേട്ടോ. ഇതാണ് വെഹിക്കിളിൻ്റെ ഫ്രണ്ട്, ഇത് വെഹിക്കിളിൻ്റെ റിയറാണ്. ഫ്രണ്ട് ഭാഗം ഇതുപോലെ നേരെ ആക്കി വെച്ചിട്ടുണ്ടാവും. ഫ്രണ്ട് സൈഡ് വീതി കുറഞ്ഞിട്ടാണ് വരിക. ഇവിടൊക്കെ വീതി കൂടുതലാണ്, ഇവിടൊക്കെ വീതി കുറവാണ്. അങ്ങനെ വീതി കുറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? വീതി കുറയാനുള്ള കാരണം, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആണല്ലോ ഫ്രണ്ട് വീല് വരിക, ഫ്രണ്ട് വീലിൻ്റെ ആക്സിൽ. ആ ഫ്രണ്ട് വീലിൻ്റെ ആക്സിലിൽ ടയർ ഉണ്ടാവും അല്ലേ? ഫ്രണ്ട് വീലിൻ്റെ ആക്സിലിൽ ടയറുണ്ട്. അപ്പോൾ ആ ടയർ നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്ന സമയത്ത് ടയർ ഇങ്ങോട്ടോ ആവുമല്ലോ, ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ആവും അല്ലേ? അപ്പോൾ ആ ടയർ മാക്സിമം സ്റ്റിയറിംഗ് ലോക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്. കാരണം ആ ടയറിന് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണമല്ലോ, ടയറിന് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ട് ഭാഗം ഒന്ന് നേരെ ആക്കി കൊടുത്തിട്ടുള്ളത്, മാക്സിമം സ്റ്റിയറിംഗ് ലോക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. മാക്സിമം സ്റ്റിയറിംഗ് ലോക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ട് ഭാഗം ഒന്ന് നേരെ ആക്കി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസെപ്റ്റ് ഫ്രണ്ട്. ഫ്രണ്ടിലൊന്ന് നേരെ ആക്കി കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബോഡി ബ്രാക്കറ്റ്സ്, ഈ ബ്രാക്കറ്റുകൾ ഇവിടെ കണ്ടോ, സ്പ്രിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്പ്രിംഗ് ബ്രാക്കറ്റ് എന്തിനാണ്? ലീഫ് സ്പ്രിങ് ഹോൾഡ് ചെയ്യണ്ടേ, ലീഫ് സ്പ്രിങ് ഇങ്ങനെ വെക്കണം അല്ലേ? അതേപോലെ ലീഫ് സ്പ്രിങ് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്രാക്കറ്റുകൾ വേണം. അതുപോലെ ബോഡി ബ്രാക്കറ്റ് പറയുമ്പോൾ ബോഡി കണക്ട് ചെയ്യണം, ബോഡി അതിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് വേണം. അപ്പോൾ അതും ഇതിലുണ്ടാവും. ഓക്കെ, ഇനി എൻജിന്, ട്രാൻസ്മിഷൻ സിസ്റ്റമൊക്കെ ഈ ബോഡിയിൽ കണക്ട് ചെയ്യൽ, എൻജിനും ട്രാൻസ്മിഷൻ സിസ്റ്റമൊക്കെ ഈ ബോഡിയിൽ കണക്ട് ചെയ്യൽ 3 പോയിന്റിലാണ്. 3 പോയിൻറ്റ്സ് എൻജിന് ഈ ഒരു ഫ്രെയിമിൽ കണക്ട് ചെയ്യൽ 3 പോയിന്റ്, ഏതെങ്കിലും ഒരു 3 പോയിന്റിലായിരിക്കും അത് കണക്ട് ചെയ്യുക. കാരണം റബ്ബർ ബുഷും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എൻജിന് ഇതിൻ്റെ മുകളിൽ കണക്ട് ചെയ്യുക.
അല്ലാന്നുണ്ടെങ്കിൽ അത് എൻജിൻ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും, സേഫ് ആക്കാൻ പറ്റും. പക്ഷേ എല്ലാ വൈബ്രേഷനും മറ്റു കാര്യങ്ങളുമൊക്കെ, എൻജിൻ്റെ വൈബ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ബോഡിയിലൂടെ പാസഞ്ചേഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ റോഡിൽ നിന്ന് വരുന്ന ഷോക്ക് എൻജിനിലോട്ട് വരും, അതൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് മാക്സിമം പോയിന്റ് കുറച്ചിട്ട് എൻജിന് സപ്പോർട്ട് ചെയ്ത് നിർത്താനുള്ള കാരണം. പിന്നെ ഇത് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സൈഡ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയർ വീലിൻ്റെ ഈ ഒരു ഫ്രെയിം ഒന്നിങ്ങനെ മുകളിലോട്ട് പൊന്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് അബ്സെപ്റ്റ്. മുകളിലോട്ട് ഒന്നിങ്ങനെ കർവാക്കി വെക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് അബ്സെപ്റ്റ് അറ്റ് റിയർ. അതേപോലെ തന്നെ ഫ്രണ്ടിലും ഒന്ന് മുകളിലോട്ട് ഒരു സെപ്റ്റ് കൊടുത്തിട്ടുണ്ടാവും, അതിനെ വിളിക്കുന്ന. അപ്പോൾ അവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇത് കൊടുക്കേണ്ട കാര്യം? ഇങ്ങനെ ഒരു ഷേപ്പ് ഇവിടെ കൊടുക്കേണ്ട കാര്യം എന്താ? നേരെ കൊടുത്താൽ പോരെ, ഇതേപോലെ നേരെ ഇങ്ങനെയാണ് കൊടുത്താൽ പോരെ. എന്തിനാണ് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കേണ്ട കാര്യം? കാരണം ഇവിടെ ആണല്ലോ ആക്സിൽ വരിക അല്ലേ, ഇവിടെയൊക്കെ ആക്സിൽ വരും, ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലും വരും. ഈ സസ്പെൻഷൻ എടുക്കുന്ന സമയത്ത് ആക്സിൽ മുകളിലോട്ടും താഴോട്ടും അല്ലേ, മുകളിലോട്ടും താഴോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യും. അത് സസ്പെൻഷൻ സസ്പെൻഷൻ്റെ സമയത്ത് ഈ ആക്സിൽ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ ആക്സിൽ മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ആക്ച്വലി ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം. അല്ലാന്നുണ്ടെങ്കിൽ വെഹിക്കിളിൻ്റെ ഹൈറ്റ് പിന്നെയും കൂടും, അത്രയും ഹൈറ്റിൽ വെക്കേണ്ടി വരും. അപ്പോൾ അതേപോലെ ഈ ആക്സിൽ മുകളിലോട്ടും താഴോട്ടും, ഇവിടെയാണ് വീല് വരിക, ഇവിടെ അടുത്ത് വീല് വരും. അപ്പോൾ ഈ ഇതിൻ്റെ ആക്സിൽ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ കൺവെൻഷണൽ ഫ്രെയിം അല്ലെങ്കിൽ ലാഡർ ഫ്രെയിം അല്ലെങ്കിൽ എച്ച് ഫ്രെയിം എന്നൊക്കെ പറയുന്നത്, ദ ഫ്രെയിം ഈസ് നാരോഡ് ഡൗൺ അറ്റ് ദ ഫ്രണ്ട്, വിളിക്കുന്ന പേരാണ് ഇൻസെപ്റ്റ്, ടു ഹാവ് എ ബെറ്റർ സ്റ്റിയറിംഗ് ലോക്ക് വിച്ച് പ്രൊവൈഡ് സ്പേസ് ഫോർ പിവറ്റിംഗ് ആൻഡ് സ്വിങ്ങിങ് ഓഫ് ദ ഫ്രണ്ട് വീൽ. അതാണ് നേരത്തെ പറഞ്ഞത്, ഫ്രണ്ട് ഭാഗം ഇൻസെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ബെറ്റർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ലോക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ഫ്രണ്ട് വീലിന് സ്വിങ്ങിങ്ങും പിവറ്റിങ്ങും നടത്തുന്നതിന്. ദെൻ അബ്സെപ്റ്റ് അറ്റ് ദ റിയർ provided to give room for the vertical movement of the rear axle as it travels over road bump and other inequalities. റോഡ് ബമ്പിലൂടെയൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ആക്സിൽ മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റിയർ ഭാഗം അബ്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ബോഡി ബ്രാക്കറ്റ്സ് ആർ പ്രൊവൈഡഡ് ടു സപ്പോർട്ട് ദ ബോഡി ഓഫ് ദ വെഹിക്കിൾ. Spring brackets are provided for mounting the body of the mounting the spring bracket കൊടുത്തിട്ടുള്ളത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. മൗണ്ടിങ് എന്നല്ല, മൗണ്ടിങ് ദ ബോഡി എന്നല്ല, സ്പ്രിംഗ് ബ്രാക്കറ്റ്സ് മൗണ്ടിങ് ദ ലീഫ് സ്പ്രിംഗ് എന്ന് കൊടുക്കുക, ലീഫ് സ്പ്രിംഗ്. പിന്നെ ഏതാണ് എക്സ് ഫ്രെയിം ആണ്. എക്സ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇവിടെയുണ്ട് അതേപോലെ ഒരു സൈഡ് മെമ്പർ ഉണ്ടായിരിക്കും, പിന്നെ ക്രോസ് മെമ്പർ ഉണ്ട്, ഇവിടെയും ക്രോസ് മെമ്പർ ഉണ്ട്, ഇവിടെയും ക്രോസ് മെമ്പർ ഉണ്ട്. പിന്നെ അതിൻ്റെ പുറമെ തന്നെ ഒരു എക്സ് ഷേപ്പിലുള്ള ഫ്രെയിമുകളും ഉണ്ട്, എക്സ് ഷേപ്പ് ഫ്രെയിം ഉണ്ടായിരിക്കും. ഡയഗണൽ ക്രോസ് ബ്രേസിങ് എന്നാണ് പറയുക, ഡയഗണൽ. അതൊന്നും കൂടി ഒന്ന് സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിലുള്ള ഫ്രെയിം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതാണ് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ യൂണിറ്റ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫ്രെയിംലെസ് ഓർ മോണോചെസ് എന്നൊക്കെ പറയുന്നത്. ഒറ്റ കൺസ്ട്രക്ഷനാണ്, സിംഗിളായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇതിൽ വരുന്നത്. ഇതിൽ ബോഡി വേറെ അല്ലെങ്കിൽ ഫ്രെയിം വേറെ എന്നല്ല, കംപ്ലീറ്റ് ആയിട്ട് ഫ്രെയിമും ബോഡിയും എല്ലാം കൂടി ഒരുമിച്ചാണ്.
ഇതാണ് മാസ് പ്രൊഡക്ഷനിലാണ് ആക്ച്വലി ഈ ഒരു കൺസ്ട്രക്ഷന് ലാഭകരമാകുന്നത്. മാസ് പ്രൊഡക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ വളരെ ലാഭകരമാണ്. മറ്റേതിനേക്കാളും കോസ്റ്റ് കുറവാണ് മാസ് പ്രൊഡക്ഷനിൽ മാത്രം കേട്ടോ. പക്ഷെ ഹെവി വെഹിക്കിളിൻ്റെ കേസിൽ കൺവെൻഷനിലായതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ലോഡ് എടുക്കാൻ പറ്റും, വെയിറ്റും കൂടുതലാണ്. അതേസമയം ഇതിന് കുറഞ്ഞ ലോഡ് എടുക്കാൻ പറ്റുള്ളൂ, ഓവറോൾ വെയിറ്റ് കുറവായിരിക്കും. This frame construction nowadays used in most of the motor, in which floor assembly and frame form one integral unit. ഒറ്റ integral unit ആയിട്ടാണ് ഇത് ഉണ്ടായിരിക്കുക. So in this type of construction, all components like cross member, floor, body are welded bolted together as one assembly. ഒറ്റ assembly ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് integral construction ആണ്. Heavy side and cross members are eliminated. ഒരു കൺവെൻഷണൽ ഫ്രെയിമിലുള്ള പോലെ ഹെവി ആയിട്ടുള്ള വലിയ ഭീം പോലെയുള്ള സൈഡ് മെമ്പേഴ്സും അതുപോലെ ക്രോസ് മെമ്പേഴ്സും ഒക്കെ എലിമിനേറ്റ് ചെയ്തു. മോർ കോമ്പാക്റ്റ് സൈസ് ക്യാൻ ബി അച്ചീവ്ഡ്. കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസാണ്, ചുരുങ്ങും സൈസും കാര്യങ്ങളൊക്കെ. പിന്നെ വെഹിക്കിളിൻ്റെ വെയിറ്റ് കുറഞ്ഞു. അതേപോലെ മാസ് പ്രൊഡക്ഷനിലാണ് അത് എക്കണോമിക്കൽ. പിന്നെ ഇത്രയും കാര്യമാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇനി സബ് ഫ്രെയിം. എന്താണ് സബ് ഫ്രെയിം? നോർമലി ദ വേരിയസ് കമ്പോണൻസ് ആർ ബോൾട്ടഡ് ഡയറക്ട്ലി ടു ദ ഫ്രെയിം. ഫ്രെയിമിലോട്ട് നമ്മൾ പല കമ്പോണൻസ് പഠിച്ചല്ലോ ഒരു ചേസിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. അതൊക്കെ ഡയറക്റ്റായിട്ട് ഫ്രെയിമിലോട്ട് ബോൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ചിലപ്പോൾ സംടൈംസ് ദ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ആർ ക്യാരിഡ് ഓൺ എ സബ് ഫ്രെയിം വിച്ച് ഈസ് സപ്പോർട്ടഡ് ബൈ മെയിൻ ഫ്രെയിം 3 points. ചിലപ്പോൾ ഈ എൻജിനും ഗിയർ ബോക്സിലും കൂടി വേറൊരു ഫ്രെയിം, ചെറിയൊരു ഫ്രെയിം ഉണ്ടാക്കും. ആ ഫ്രെയിം പിന്നീട് മെയിനായിട്ടുള്ള ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യും. അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഫ്രെയിമാണ് ശരിക്കും സബ് ഫ്രെയിം എന്ന് പറയുന്നത്. It helps to isolate the components from the effect of twisting and flexing of the main frame. ഇപ്പോൾ മെയിൻ ഫ്രെയിമിന് പല രൂപത്തിലുള്ള ഷോക്കുകൾ എടുക്കേണ്ടി വരും, പല രൂപത്തിലുള്ള ഷോക്കും ലോഡും ഒക്കെ എടുക്കേണ്ടി വരും. ആ ലോഡൊന്നും എൻജിനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാതെ സൂക്ഷിക്കുന്നതിന്, അതായത് ഈ എൻജിന് വളരെ ഹാർട്ടാണല്ലോ, ഒരു വെഹിക്കിളിൻ്റെ ഹാർട്ടാണ്. ആ ഒരു എൻജിനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാതെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തും ഈ സബ് ഫ്രെയിം. അതേപോലെ തന്നെ റിപ്പയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഈസി ആക്കി എടുക്കും. പിന്നെ ഫ്ലിച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫ്രെയിം അറ്റ് ദ ഏരിയാസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബെൻഡിങ് മൊമെൻ്റ് ഒക്കർ. അതൊരു പ്ലേറ്റാണ്. അത് വെഹിക്കിളിന് ഇപ്പോൾ ലോഡിൽ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷനിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതൽ ലോഡ് വരുന്നുണ്ടെങ്കിൽ, കൂടുതൽ വെയിറ്റ് വരുന്നൊരു ഭാഗം ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ആ ഫ്ലിച്ച് പ്ലേറ്റ് കണക്ട് ചെയ്താൽ ആ ഒരു ഭാഗം കൂടുതൽ സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ ആ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടുതൽ ബെൻഡിങ് മൊമെൻ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവും. ആ ബെൻഡ് ആവാനുള്ള ടെൻഡൻസി ഉള്ള ഒരു പോയിന്റ് ഉണ്ടാവും. ആ ഒരു പോയിന്റിൽ ഈ പ്ലേറ്റ് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ഒന്നുകൂടി അതിൻ്റെ ലോഡ് ക്യാരി ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻ്റാണ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലിച്ച് പ്ലേറ്റ്. പിന്നെ ഫ്രെയിമിൻ്റെ കൺസ്ട്രക്ഷന് പല ഷേപ്പുണ്ട് ഫ്രെയിമിൻ്റെ കൺസ്ട്രക്ഷന്. ആ ഫ്രെയിമിൻ്റെ കൺസ്ട്രക്ഷന് ചാനൽ സെക്ഷൻ ഉണ്ട്, ബോക്സ് സെക്ഷൻ ഉണ്ട്, ഐ സെക്ഷൻ ഉണ്ട്, ട്യൂബുലാർ സെക്ഷൻ ഉണ്ട്, റെക്റ്റാങ്കുലർ സെക്ഷന്, ഹാറ്റ് സെക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ചാനൽ സെക്ഷൻ ഈ സി പോലെ ഉണ്ടാവും. പിന്നെ ബോക്സ് സെക്ഷന് സ്ക്വയർ ഷേപ്പിൽ, ഐ സെക്ഷന് ഐ ഷേപ്പിൽ, ഹാറ്റ് സെക്ഷൻ, പിന്നെ ട്യൂബുലാർ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഓരോ സെക്ഷൻ അതിൻ്റേതായിട്ടുള്ള
ഒരു അഡ്വാൻറ്റേജുകളുണ്ടാവും. ഇപ്പോൾ ഈ ഒരു ട്യൂബുലാർ സെക്ഷൻ ആണെങ്കിൽ അത് ട്വിസ്റ്റിംഗ് ലോഡൊക്കെ വരുന്ന ഭാഗം, ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനെ ലോഡുകളൊക്കെ വരുന്ന ഭാഗത്ത് വെക്കാൻ പറ്റിയ ഒരു സെക്ഷനാണ് ട്യൂബുലാർ സെക്ഷന്. ഫ്രെയിമിൽ മെമ്പറുകളുണ്ടല്ലോ അതിൽ. പിന്നെ അതേപോലെ ബോക്സ് സെക്ഷൻ ഉണ്ട്. ഈ ബോക്സ് സെക്ഷന് നമുക്ക് കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റും. ബെൻഡിങ് ലോഡും ക്യാരി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ട്വിസ്റ്റിംഗ് ലോഡും ക്യാരി ചെയ്യാൻ പറ്റും. ചാനൽ സെക്ഷൻ ആണെങ്കിലോ കൂടുതൽ ബെൻഡിങ് ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സെക്ഷനും അതേപോലെ തന്നെ കൂടുതൽ ബെൻഡിങ് ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചാനൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ് റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. ട്യൂബുലാർ സെക്ഷൻ ഗുഡ് റെസിസ്റ്റൻസ് ടു ടോർഷൻ. ബോക്സ് സെക്ഷൻ ഗുഡ് റെസിസ്റ്റൻസ് ടു ബോത്ത് ബെൻഡിങ് ആൻഡ് ടോർഷൻ. സാധാരണ ചാനൽ സെക്ഷൻ ഈസ് യൂസ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ മെമ്പേഴ്സിനാണ് ചാനൽ സെക്ഷൻ ഉപയോഗിക്കുന്നത്. ക്രോസ് മെമ്പേഴ്സിനാണ് ട്യൂബുലാർ സെക്ഷൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ ചേസിസ് ഫ്രെയിമിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഫ്രെയിം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം അലോയ് ഒക്കെയാണ്. ഓക്കെ, അതുപോലെ നിക്കൽ അലോയ് സ്റ്റീലും ഉപയോഗിക്കാറുണ്ട്. വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അലുമിനിയം അലോയ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ ഒരു സെഷനിൽ എടുക്കാനുള്ളത്. പിന്നെ നെക്സ്റ്റ് സെഷനിൽ ഫ്രെയിമിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പല ആക്സിഡൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഫ്രെയിമിൻ്റെ ഷേപ്പേ മാറിപ്പോകും. അപ്പോൾ ആ ഫ്രെയിമിൻ്റെ ഷേപ്പ് മാറ്റം വരുന്നത് ചെക്ക് ചെയ്യാനുള്ളതാണ് അലൈൻമെൻറ്റ്. എന്നിട്ട് അതിന് റെമഡിയൽ ആക്ഷനും എടുക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു.